الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും പടച്ച റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അതുവഴി അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളിൽ ഉൾപ്പെടാൻ, മരണം റബ്ബ് തൃപ്തിപ്പെട്ട രീതിയിലായി തീരാൻ, നാളെ സ്വാലിഹ്യങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, എല്ലാറ്റിനും അപ്പുറത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ ദീൻ അൽ ഇസ്ലാം, ആ ദീന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. എന്നല്ല, നമുക്ക് ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീണത് മുതൽ നാളിതുവരെയും ഇനി നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകുന്നത് വരെയും പടച്ചവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹ സൗഭാഗ്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടത്, ഇതിനേക്കാളൊക്കെ മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും വിലപ്പെട്ടതും പ്രാധാന്യമർഹിക്കുന്നതും പ്രയോജനകരമായത് ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് ലഭ്യമായി എന്നതാണ്. ഇസ്ലാമിന്റെ അനുയായികളാകാൻ നമുക്ക് സാധിച്ചു എന്നതാണ്. നമ്മുടെ ഐഹിക ജീവിതത്തിൽ നമുക്ക് സമാധാനവും
മരണാനന്തരം നമ്മളൊക്കെ അനിവാര്യമായും അഭിമുഖീകരിക്കാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സ്വർഗവും നമുക്ക് ലഭിക്കുന്നത് ഈ ദീൻ വഴിയാണ്. ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനമാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, അതിന്റെ സവിശേഷതകളെ കുറിച്ച്, ദീനുമായി നമ്മെ കണക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അങ്ങനെ ദീനുമായി നമ്മെ കണക്ട് ചെയ്താൽ അതിലൂടെ ലഭിക്കുന്ന സൽഫലങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ വേണ്ട വിധം ആഴത്തിലും അതിന്റെ ഗൗരവത്തോടും അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിൽ നിന്ന് ആരംഭിച്ചതാണ്. അത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പടച്ച റബ്ബ് നമുക്ക് പൂർത്തീകരിച്ചു തന്ന ദീനാണ്. ആ ദീനിനെ കുറിച്ച് അത് സമ്പൂർണമാണ്, അതുപോലെ തന്നെ അത് സമഗ്രവുമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ. അഥവാ ജീവിതത്തിന്റെ ഒരു രംഗവും വിട്ടുകളയാതെ ജീവിത ഇടപാടുകളിൽ ഉടനീളം വളരെ കൃത്യമായി നിലപാടുകളുള്ള, വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതം എവിടെയൊക്കെ പരന്ന് വിശാലമായി കിടക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ ദീനിന് നിയമവും വ്യവസ്ഥയും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം സമ്പൂർണമാണ്, സമഗ്രമാണ് എന്ന് പറയുന്നത്. ഇങ്ങനെ സമഗ്രവും സമ്പൂർണവുമായ ഇസ്ലാം ഒരു ബാലൻസ്ഡ് ദീൻ കൂടിയാണ്. ഒരു ബാലൻസ്ഡ് ദീനാണ്. ഒരു അസന്തുലിതത്വവും ഇല്ലാത്ത വളരെ ബാലൻസിങ് ആയിട്ടുള്ള ദീനാണ്. അത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാം മാത്രമല്ല, ഈ ദീൻ ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ മുസ്ലിം ഉമ്മ, ഇതും ഒരു ബാലൻസ്ഡ് സമുദായമാണ്, ഒരു ബാലൻസ്ഡ് സൊസൈറ്റിയാണ്. ഒരു അസന്തുലിത സമുദായമല്ല മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മൾക്ക് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിലെ ഓരോ വശങ്ങളിലും പടച്ചവനും പ്രവാചകനും നൽകിയിട്ടുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും അതിന്റെ അളവിലും പ്രാധാന്യത്തിലും സ്ഥാനത്തിലും പരിഗണിക്കുക എന്നതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീൻ ഒരുപാട് കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെ അതിന്റെ സ്ഥാനത്തും പ്രാധാന്യത്തിലും അതിന്റെ അളവിലുമൊക്കെ പരിഗണിക്കുന്നതിനാണ് നമ്മൾ സന്തുലിതത്വം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ഫർദിന് ഫർദിന്റെ സ്ഥാനം, സുന്നത്തിന് സുന്നത്തിന്റെ സ്ഥാനം, ഇത് രണ്ടും ഒരുപോലെ അല്ലല്ലോ, രണ്ടും ഒരുപോലെയല്ല. അതുപോലെ തന്നെ ഹറാമുകളുടെ ഗൗരവം കറാഹത്തുകൾക്കില്ല, മക്രൂഹുകൾക്കില്ല. അതുപോലെ തന്നെ ശിർക്കും ബിദ്അത്തും ഒരുപോലെയല്ല. താരതമ്യേന അപ്രധാനമായ കാര്യങ്ങളെ വലിയ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും ഗൗരവപ്പെട്ട വിഷയങ്ങളെ നിസ്സാരമായി കാണുകയും ചെയ്യുമ്പോൾ ദീനിന്റെ കാര്യത്തിൽ ഒരു ഇൻബാലൻസിങ് സംഭവിക്കും, ഒരു അസന്തുലിതത്വം സംഭവിക്കും. പടച്ചവന്റെ ദീനിനെ അഥവാ ദീനുൽ ഇസ്ലാമിനെ ഒരു ഏറ്റക്കുറവുകളുമില്ലാതെ എന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ, അതിന്റെ മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കാതെ എന്ന് പറഞ്ഞാൽ ഫർദിന് സുന്നത്തിന്റെ സ്ഥാനം, സുന്നത്തിന് ഫർദിന്റെ പ്രാധാന്യം, ശിർക്കും ബിദ്അത്തും ഒരുപോലെ കൈകാര്യം ചെയ്യപ്പെടുക, ഹറാമുകളെയും മക്രൂഹുകളെയും ഒരേപോലെ വീക്ഷിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഏറ്റക്കുറവുകളെ പരിഗണിക്കാതിരിക്കുക. അതല്ല, മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കാതെ ഓരോ കാര്യത്തിലും ദീൻ നിശ്ചയിച്ച പ്രാധാന്യക്രമം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയുന്നത്, സന്തുലിതമായ ഒരു ദീനി വീക്ഷണം എന്ന് പറയുന്നത്.
അതല്ലാതെ സന്തുലിതത്വം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും സമപ്പെടുത്തുക എന്ന അർത്ഥത്തിലല്ല, ബാലൻസ്ഡ് എന്ന അർത്ഥത്തിലാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നതാണ്, അല്ലാഹുവിന്റെ ദീൻ, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ദീനാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വെക്കേണ്ട അളവിൽ വെക്കേണ്ടിടത്താണ് ദീൻ വെച്ചിട്ടുള്ളത്. അതാണ് ദീനിന്റെ സന്തുലിതത്വം എന്ന് പറയുന്നത്. ഈ ദീൻ ഏൽപ്പിക്കപ്പെട്ട സൊസൈറ്റിയാണ് നമ്മൾ. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചവൻ തൃപ്തിപ്പെട്ട ഏക ദീൻ, അള്ളാഹുവിന്റെ സ്വീകാര്യമായ ഏക ദീൻ ദീനുൽ ഇസ്ലാം മാത്രമാണല്ലോ. ആ ദീൻ ഏൽപ്പിക്കപ്പെട്ട ഉമ്മത്താണ് മുസ്ലിം സമുദായം. ഈ സമുദായവും സന്തുലിതമാകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ സമുദായത്തെ പ്രമാണങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ഉമ്മത്തൻ വസത്താക്കിയിരിക്കുന്നു എന്നാണ്. നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീവ്രതക്കും ജീർണതക്കും മധ്യ നിലകൊള്ളേണ്ട സമുദായമാണ് മുസ്ലിം ഉമ്മ. അതിരുവിട്ട ആത്മീയതക്കും ആസക്തിക്കടിപ്പെട്ട ഭൗതികതക്കും മധ്യേ നിലകൊള്ളേണ്ട സമുദായമാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. അതോടൊപ്പം സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകളെ സമന്വയിപ്പിച്ച ഒരു ദീനാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള ബാധ്യതകളെ സമന്വയിപ്പിച്ച ദീനാണ്. പരലോകത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുമ്പോഴും ഇഹലോകത്തെ അവഗണിക്കുന്നില്ല ദീനുൽ ഇസ്ലാം. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഒരു ബാലൻസിങ് സമുദായത്തിന് നഷ്ടപ്പെടുന്നു എന്നതാണ്. നിസ്സാരമായ സംഗതികളെ പർവ്വതീകരിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും ഗൗരവപ്പെട്ട വിഷയങ്ങളെ പലപ്പോഴും അവഗണിക്കുകയും ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ പ്രാധാന്യക്രമങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന ഒരു സംഗതികൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരും പണ്ഡിതരെന്നോ പാമരെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും അവരവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ദീനിന്റെ മുഖ്യ വിഷയമായി തീരുകയും അതിനനുസരിച്ച് അവരുടെ ദീനീ വീക്ഷണം തന്നെ ചുരുങ്ങി ചെറുതായി വരികയും ചെയ്യുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദീനുൽ ഇസ്ലാമിൽ ഓരോന്നും വെക്കേണ്ട അളവിൽ വെക്കേണ്ടിടത്ത് വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ അതതിന്റെ പ്രാധാന്യക്രമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഓരോന്നിനെയും വെക്കേണ്ട അളവിൽ വെക്കേണ്ടിടത്ത് വെക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനെയാണ് നമ്മൾ സന്തുലിതത്വം എന്ന് പറയുന്നത്. വേണ്ടത് വേണ്ട അളവിൽ വേണ്ട സ്ഥാനത്ത് വെക്കുകയാണ് വേണ്ടത് എന്ന കാര്യം അറിയാതെ പോയാൽ, വേണ്ടത് വേണ്ട അളവിൽ വേണ്ട സ്ഥാനത്ത് വെക്കുകയാണ് വേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കപ്പെടാതെ പോയാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ദീനീ വീക്ഷണം രൂപപ്പെടുന്നത് പലപ്പോഴും, മുമ്പ് ആനയെ കണ്ട കുരുടന്മാരുടെ കഥ പറയാറുണ്ട്. ഈ ഒരു പ്രാധാന്യക്രമം നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ, ദീനുൽ ഇസ്ലാമിന്റെ ഈ മുൻഗണനാ ക്രമങ്ങൾ നമ്മൾ അറിയാതെ പോയാൽ പലപ്പോഴും ദീനിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം തന്നെ കുരുടന്മാർ ആനയെ കണ്ടതുപോലെയായിരിക്കും. ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടിൽ നിന്നായിരിക്കുകയില്ല ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാടുകൾ ഉണ്ടായിത്തീരുക. പടച്ചവന്റെ ദീനിനെ അതിന്റെ പൂർണ്ണതയിൽ മാത്രമല്ല പ്രാധാന്യക്രമത്തിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ ഇസ്ലാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയദാഹം തീർക്കാനുള്ള ഒരു സംവിധാനം മാത്രമായിട്ട് അവർക്ക് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ ആനയുടെ കാല് മാത്രം പിടിച്ചു നോക്കിയിട്ട് ആന ഒരു തൂണ് പോലെയാണ് എന്ന് പറഞ്ഞ അന്ധനെ പോലെ. ഇസ്ലാമിന് സ്വഭാവപരവും പെരുമാറ്റ സംബന്ധമായ ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. ഒരാൾ അത് മാത്രം പഠിച്ചിട്ട് പറയുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവ സംസ്കരണ സംവിധാനമാണ്, മനുഷ്യനെ തസ്കിയത്തിനും തെർബിയത്തിനുമുള്ള, അങ്ങനെ മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള സംവിധാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആനയുടെ വാല് തൊട്ട് നോക്കിയിട്ട് ആന എന്ന് പറയുന്നത് ചൂല് പോലെയാണ് എന്ന് പറഞ്ഞ അന്ധന്റെ നിലപാട് പോലെയായിത്തീരും ആ വിലയിരുത്തൽ. ഇസ്ലാം ഓരോ കാര്യത്തിലും നിശ്ചയിച്ചുള്ള പ്രാധാന്യക്രമം മനസ്സിലാക്കപ്പെടാതെ പോയാൽ, പ്രിയമുള്ളവരെ, ദീനിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം വളരെ ചെറുതായി തീരുകയും അത് ഉൾക്കൊള്ളാത്തവരെയൊക്കെ പലപ്പോഴും ദീനി വിരുദ്ധരായി നമ്മൾ വിലയിരുത്തപ്പെടുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക, അതിന്റെ പ്രാധാന്യക്രമം മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം ബാലൻസ്ഡ് ആണ് എന്ന് പറയുന്നത്?
ഇസ്ലാം ബാലൻസിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ഇസ്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ദീനാണ് എന്നതുകൊണ്ടാണ്. സർവലോകനാഥനും സർവചരാചരങ്ങളുടെയും സൃഷ്ടാവുമായ പടച്ച റബ്ബാണ് ഈ ദീനിന്റെ അതോറിറ്റി. ആ അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് അതൊരു ബാലൻസ്ഡ് ദീൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇത് ഒരല്പം വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഒന്നോ രണ്ടോ ഖുത്ബകളിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ല. ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കണം, മനസ്സിലാക്കണം. കാരണം നമ്മുടെ ജീവിത വീക്ഷണം രൂപപ്പെടുന്നിടത്ത്, ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് രൂപപ്പെടുന്നിടത്ത് ഈ അറിവ് വളരെ പ്രധാനമാണ്. പ്രപഞ്ചനാഥനായ പടച്ചവനാണ് ഈ ലോകത്തെ സകലത്തിന്റെയും റബ്ബ് എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? പ്രപഞ്ചനാഥനായ പടച്ചവനാണ് ഈ ലോകത്തിന്റെയും ലോകത്തിലുള്ള സകലത്തിന്റെയും റബ്ബ്. പടച്ചവന്റെ റുബൂബത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമാണ് ഹൽക്കും ഹിദായത്തും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പും സന്മാർഗവും അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് മൂസ അലൈഹി സ്വലാമുമായി ഫറോവ നടത്തുന്ന ഒരു സംവാദത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. മൂസ അലൈഹി സ്വലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൗത്യവുമായി ഫറോവയുടെ അടുത്തേക്ക് വന്ന സന്ദർഭത്തിൽ ഫറോവ മൂസ അലൈഹി സ്വലാമിനോട് ഏർപ്പെടുന്ന സംവാദത്തിൽ ചോദിക്കുന്നുണ്ട്, ഖാല ഫമാ റബ്ബുക്കുമായ മൂസ, അല്ല മൂസ, ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ്? ഹാറൂൻ അലൈഹി സ്വലാം കൊണ്ട് കൂടെ. അപ്പൊ മൂസ അലൈഹി സ്വലാം ഈ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് പറയുന്ന ഉത്തരമുണ്ട്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖ. മനോഹരമായ മറുപടിയാണ് മൂസ അലൈഹി സ്വലാം നൽകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റുബൂബിയത്തിന്റെ താല്പര്യമായ ഹൽക്കും ഹിദായത്തും, സൃഷ്ടിപ്പും സന്മാർഗവും, ഇത് രണ്ടും പടച്ചവനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാം മറുപടി പറയുന്നത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖ തുമ്മ ഹദാ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന ഉത്തരമാണ്. ഞങ്ങൾ പറയുന്ന റബ്ബ് ഹൽക്കിന്റെയും ഹിദായത്തിന്റെയും ഉടമസ്ഥനാണ്. ഞങ്ങൾ പറയുന്ന റബ്ബ് ഹൽക്കിന്റെയും സൃഷ്ടിപ്പിന്റെയും സന്മാർഗത്തിന്റെയും അതോറിറ്റിയാണ്, ഉടമസ്ഥനാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. എല്ലാ ഓരോ വസ്തുവിനും, ഈ പ്രപഞ്ചത്തിലെ മഹാഗോളങ്ങൾ മുതൽ മണൽത്തൈകൾ മുതൽ മഹാഗോളങ്ങൾ വരെയുള്ള ഓരോ വസ്തുവിനും അതിൻ്റെതായ സൃഷ്ടി നൽകുകയും എന്നിട്ട് ഓരോന്നിനും അതിൻ്റെതായ മാർഗദർശനം നൽകുകയും ചെയ്യുന്നവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ്. വളരെ കൃത്യമാണ് ഉത്തരം. ആ ഹൽക്കും ഹിദായത്തും സൃഷ്ടിപ്പും സന്മാർഗവും പടച്ചവന്റെ റുബൂബിയത്തിന്റെ താല്പര്യമാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും റബ്ബാണ് എന്നതിന്റെ താല്പര്യമാണ് ഈ സൃഷ്ടിപ്പും ഹിദായത്തും എന്ന് പറയുന്നത്. ഈ ഹൽക്കും ഹിദായത്തും ഇത് രണ്ടിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ബാലൻസിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു സന്തുലിതത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പിലും സന്മാർഗത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല പാലിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോഴും പടച്ചവൻ ഈ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കൾക്കും മാർഗദർശനം നൽകിയതിനെ സംബന്ധിച്ച് പറയുമ്പോഴും അള്ളാഹു അതിൽ പാലിച്ചിട്ടുള്ള ഈ സന്തുലിതത്വം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തുൽ അഅല, നമ്മൾ പലപ്പോഴും വെള്ളിയാഴ്ച നമസ്കാരത്തിൽ ഓതാറുള്ള സൂറത്തുൽ അഅല, അല്ലെ? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദാ. എന്താ പറയുന്നത്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ പ്രകീർത്തിക്കുക എന്ന് തുടങ്ങിയിട്ട് അല്ലദീ ഖലഖ ഫസവ്വ, ആ പടച്ചവനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് ആ റബ്ബ്? നിന്നോട് പ്രകീർത്തിക്കാൻ ആവശ്യപ്പെടുന്ന ആ അത്യുന്നതനായ നാഥന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലദീ ഖലഖ ഫസവ്വ, അവനാണ് സൃഷ്ടിക്കുകയും പിന്നെ സന്തുലിതമാക്കുകയും ചെയ്തവൻ, അല്ലെ? വല്ലദീ ഖദ്ദറ ഫഹദാ, കൃത്യമായി കണക്കാക്കിയവനും അവൻ തന്നെയാണ്. ഫഹദാ, മുഴുവൻ ചരാചരങ്ങൾക്കും കൃത്യമായ വഴി മാർഗദർശനം നൽകിയവനും അവൻ തന്നെയാണ്. അങ്ങനെയുള്ള അത്യുന്നതനായ നാഥനെ നീ പ്രകീർത്തിക്കുക എന്നാണ് സൂറത്തുൽ അഅല ആരംഭിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ 20ാമത്തെ സൂറത്ത്, വിശുദ്ധ ഖുർആനിലെ 25ാമത്തെ സൂറത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. എല്ലാ വസ്തുക്കളെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും എന്നിട്ട് വളരെ കൃത്യമായി അതിനെ ക്രമീകരിക്കുകയും ചെയ്തവൻ.
പടച്ചവനെ പരിചയപ്പെടുത്തുകയാണ്. വെറുതെ സൃഷ്ടിച്ചു വിടുകയല്ല, എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചു വിടുകയുമല്ല ചെയ്തിട്ടുള്ളത്. സൃഷ്ടിക്കുക മാത്രമല്ല, എല്ലാറ്റിനെയും ക്രമീകരിക്കുകയും ചെയ്തവൻ. അമ്മ ജുസയിലുള്ള സൂറത്തുൽ ഇൻഫിത്താർ നമുക്കൊക്കെ പലർക്കും ബൈഹാത്തുള്ള സൂറത്താണ്, ഹിഫ്ളുള്ള അധ്യായമാണ്. ആ സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് ചോദിക്കുന്നുണ്ടല്ലോ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. അല്ല മനുഷ്യ, എന്താണ് നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. അത്യുദാരനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത്? എന്ത് വിഷയത്തിലാണ് നീ ചതിയിൽ അകപ്പെട്ടു പോയത് എന്ന് ചോദിച്ചിട്ട് ആ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. നിന്നെ സൃഷ്ടിച്ചവനല്ലേ ആ നാഥൻ. ഫസവ്വാക, നിന്നെ ശരിപ്പെടുത്തിയവനല്ലേ ആ നാഥൻ. ഫഅദലക, നിന്നെ സന്തുലിതമായി ശരിപ്പെടുത്തിയ നാഥൻ. ആ നാഥന്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത്? ആ നാഥനെ സംബന്ധിച്ചുള്ള ഏത് വിഷയത്തിലാണ് നീ വഞ്ചനയിൽ അകപ്പെട്ടത്? എന്താണ് നിന്നെ ചതിയിൽപ്പെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ ആ നിസ്സാരതയെ കുറിച്ച്, മനുഷ്യന്റെ ആ നന്ദികേടിനെ സംബന്ധിച്ച് അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് സ്വന്തം സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. മനുഷ്യ, നിന്റെ സൃഷ്ടിപ്പിൽ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്റെ സൃഷ്ടിപ്പിൽ വല്ല അസന്തുലിതത്വവും നീ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും വല്ല പോരായ്മയോ വൈരുദ്ധ്യമോ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അല്ലദീ ഖലഖക ഫസവ്വാക, സൃഷ്ടിപ്രക്രിയയെ കുറിച്ച് ചിന്തിക്കാൻ, അതുവഴി അത്യുദാരനായ നാഥനോട് നന്ദി കാണിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? നമ്മുടെ ശരീരഘടന, നമ്മുടെയൊക്കെ ശരീരഘടനയിൽ എവിടെയെങ്കിലും അതിന്റെ ക്രമീകരണത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ സ്ഥാനം ശരിയായില്ല, കണ്ണ് ഇവിടെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രമീകരണ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത വിധം വളരെ കൃത്യവും വളരെ സന്തുലിതവുമായി സൃഷ്ടിപ്രക്രിയ നിർവഹിച്ച നാഥൻ. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ ഒരു സ്കാനിങ് സംവിധാനവും ഇല്ലാത്ത കാലത്താണ് പടച്ചവന്റെ സൃഷ്ടിപ്രക്രിയയുടെ ഓരോ സൂക്ഷ്മമായ ഘട്ടത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്, അല്ലെ? ഒരു മനുഷ്യ കുഞ്ഞ് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ആ ഗർഭാശയത്തിൽ ആ മനുഷ്യ കുഞ്ഞിന്റെ ഭ്രൂണം പിന്നിടുന്ന ഓരോ സൂക്ഷ്മമായ ഘട്ടങ്ങളെ കുറിച്ചുമുള്ള പരിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ അത്യന്താധുനിക ടെക്നോളജിയിലൂടെ ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ വളർച്ചയൊക്കെ മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നതിനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. എന്നിട്ട് ആ രേതസ്കണത്തെ അല്ലാഹു വളരെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. തുമ്മ ഖലഖന നുത്ഫത അലഖതൻ, പിന്നെ ആ രേതസ്കണത്തെ അല്ലാഹു രക്തപിണ്ഡമാക്കി. ഫഖലഖനൽ അലഖത മുദ്ഗതൻ, പിന്നീട് ആ രക്തപിണ്ഡത്തെ നാം മാംസമാക്കി. ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഗിലാമൻ, എന്നിട്ട് ആ മാംസത്തെ നാം അസ്ഥികളാക്കി. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما, എന്നിട്ട് ആ അസ്ഥികളെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. ثم أنشأناه خلقا آخر, പിന്നെ നാം തികച്ചും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി അതിനെ വളർത്തിയെടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്തുകൾ ഇങ്ങനെ സഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോ ഈ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന് തുടങ്ങി ആ സൃഷ്ടി പ്രക്രിയ രൂപപ്പെട്ടു വരുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണത്തിൽ സംഭവിക്കുന്ന ആ ക്രമപ്രവൃത്തമായ മാറ്റങ്ങളെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ
മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിന്റെ അവസാനത്തിൽ പറഞ്ഞു പോവുകയാണ്, തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറഞ്ഞാൽ പിന്നെ നാം തികച്ചും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി അതിനെ വളർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിർമ്മാതാക്കളിൽ ഏറ്റവും നിപുണനായ അല്ലാഹു എത്ര അനുഗ്രഹമുടയവനാണ് എന്ന ഒരു ആത്മഗതം ഉമറുൽ ഫാറൂഖിൽ നിന്ന് വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നത് ആകാശ ലോകത്തുനിന്നും വഹയിന്റെ അടുത്ത വാചകം അതായിരുന്നു എന്നാണ്. ആ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നും പ്രവാചകന് ലഭിക്കുന്നത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. ഈ സൃഷ്ടി പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു പാളിച്ച, എവിടെയെങ്കിലും ഒരു ക്രമക്കേട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? എത്ര അത്ഭുതകരമായിട്ടാണ് പടച്ചറബ് നമ്മുടെയൊക്കെ സൃഷ്ടിപ്പ് നിർവഹിച്ചത്. ഒരസന്തുലിതത്വം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തമ്പുരാൻ സന്തുലിതത്വം പാലിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോ, പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള അനേക കോടി സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒക്കെ പലപ്പോഴും പറയുന്നിടത്തൊക്കെ നമുക്ക് ഈ സന്തുലിതത്വത്തെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ പരാമർശങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഈ ആയത്തുകളിലൂടെ ഒന്ന് കടന്നുപോയാൽ, ഈ ആയത്തുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടും പടച്ചവന്റെ സൃഷ്ടിപ്പിൽ സന്തുലിതത്വം എന്നത് പ്രപഞ്ചത്തിന്റെ തന്നെ മുഖമുദ്രയാണെന്ന്, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ തന്നെ മുഖമുദ്രയാണെന്ന്. ഈ ആയത്തുകളൊന്നും കേവലം വാനശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി അവതരിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് മനുഷ്യനെ ഗോളശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിൽ നിന്നൊക്കെ മനുഷ്യന് ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് ഉൾക്കാഴ്ചകൾ മനുഷ്യന് ലഭിക്കാനുണ്ട്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. സൂറത്തുർ റഹ്മാൻ നമ്മളൊക്കെ ആവർത്തിച്ച് പാരായണം ചെയ്യാറുള്ളതാണ്. ആകാശത്തെ ഉയർത്തിയ നാഥൻ, നീതിയുടെ തുലാസ് സ്ഥാപിച്ചവനാണ്. ആകാശത്തെ ഉയർത്തിയ നാഥൻ, ആകാശത്തെ ഉയർത്തിയ നാഥൻ നീതിയുടെ തുലാസ് സ്ഥാപിച്ചവനാണ്. ആകാശ ലോകത്ത് അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ ഗോളങ്ങളും ഗ്രഹങ്ങളും, ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങളും, ഇവയൊക്കെയും നീതിയിലും സന്തുലിതത്വത്തിലും നിലനിർത്തപ്പെടുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവർ, ഒരു നിമിഷം പോലും അവക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അവിടെയൊക്കെ പടച്ചവന്റെ ഒരു നീതിയുടെ, ഒരു സന്തുലിതത്വത്തിന്റെ സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങളായിട്ട് പടച്ചവൻ ഉണ്ടാക്കിയ ബാലൻസിങ്ങിൽ നിങ്ങളായിട്ട് കൈകടത്തരുത്. അല്ല ഉണ്ടാക്കിയിട്ടുള്ള ആ നീതിയുടെ ആ സംവിധാനം ഉണ്ടല്ലോ, നീതിയുടെയും സന്തുലിതത്വത്തിന്റേതുമായ പ്രപഞ്ചനാഥന്റെ സംവിധാനത്തിൽ കൃത്രിമങ്ങൾ കാണിച്ചുകൊണ്ട്, അകാരണമായി കൈകടത്തലുകൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ് റബ്ബ് പറയുന്നത്. അല്ല സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചഘടന, അതിൽ ഒരു താളപ്പിഴ അല്ലെങ്കിൽ ഒരു ക്രമം തെറ്റൽ, ഒരു അസന്തുലിതത്വം ഒരിക്കലും മനുഷ്യന് കാണാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുൽക്ക് 67-ാം ആയത്ത് സൂറത്ത് നമ്മളൊക്കെ പതിവായി പാരായണം ചെയ്യാറുള്ളതാണ്. ചിലരൊക്കെ എല്ലാ ദിവസവും ഇത് ഓതിയതിനു ശേഷമേ ഉറങ്ങാറുള്ളൂ. ആ സൂറത്തിന്റെ ആരംഭത്തിൽ അത് പറയുന്നുണ്ടല്ലോ, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാക മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. പടച്ച റബ്ബിന്റെ സൃഷ്ടി മഹാത്മ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ആകാശ ലോകത്തേക്ക് മനുഷ്യനോട് കണ്ണയക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആകാശ ലോകത്തേക്ക് കണ്ണയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു പറയുന്നത് എന്താ? അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാക, ഒന്നിനു മീതെ ഒന്നായി പടിപടിയായി 7 ആകാശങ്ങളെ സൃഷ്ടിച്ച നാഥൻ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, കാരുണ്യവാനായ ആ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ, അവന്റെ സൃഷ്ടി പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു പോരായ്മ, എവിടെയെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു മുഴച്ചിരിക്കല്, അല്ലെങ്കിൽ ഒരു ക്രമം തെറ്റല്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഏങ്കോണിപ്പ്, ഇത് പരസ്പരം ചേരുന്നില്ലല്ലോ എന്നൊരു തോന്നല്, ഈ പ്രപഞ്ച സംവിധാനത്തിൽ വല്ല ന്യൂനതയും, വല്ല പോരായ്മയും, വല്ല കുറവും, വല്ല അസന്തുലിതത്വവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഹൽ തറാ മിൻ ഫുതൂർ, എവിടെയെങ്കിലും ഒരു വിടവ് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല പിന്നെ ചോദിക്കാം, നിങ്ങൾ എത്ര തന്നെ ആവർത്തിച്ചു നോക്കിയാലും
നിങ്ങൾ എത്ര തന്നെ ആവർത്തിച്ച് പഠന വിധേയമാക്കിയാലും നിങ്ങളുടെ കണ്ണ് നിരാശയോടുകൂടി തിരിച്ചു വരികയാണല്ലോ ചെയ്യുന്നത് എന്ന് അള്ളാഹു പറയുകയാണ്. ഒരു പോരായ്മയും ഒരു വിടവും ഒരു കോട്ടവും ഒരു പൊട്ടും പൊളിവും കാണാൻ കഴിയാതെ തിരിച്ചു വരികയാണല്ലോ ചെയ്യുന്നത്. ഈ ഭൂമിയിലെ കൊച്ചു മണൽത്തരികൾ മുതൽ മഹാഗോളങ്ങൾ വരെ സകല സംഗതികളിലും പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വം എവിടെയും കാണാൻ കഴിയുന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചാൽ പ്രിയമുള്ളവരെ ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞു പോകുമെന്നാണ് റബ്ബന മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. പടച്ചവനെ, നിന്റെ ഈ സൃഷ്ടിപ്പുണ്ടല്ലോ, നീ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച റബ്ബേ, നിനക്കാണ് എല്ലാ സ്തുതികളും, നിനക്കാണ് എല്ലാ പ്രകീർത്തനങ്ങളും. അതുകൊണ്ട് റബ്ബേ വഖിന അദാബന്നാർ, ഇതിനോടുള്ള ബാധ്യതകളൊന്നും വേണ്ട വിധം നിർവഹിക്കാതെ, ഇതിനെക്കുറിച്ചൊന്നും കാര്യഗൗരവത്തിൽ ചിന്തിക്കാതെ അലസവും അലക്ഷ്യവുമായി ജീവിതം കടന്നു പോകുന്ന ഒരു ദുരവസ്ഥ, അതുവഴി നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ദുരന്തം പടച്ചവനെ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കല്ല റബ്ബേ വഖിന അദാബന്നാർ. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും രാപ്പകലുകളുടെ മാറി മാറി വരവുമൊക്കെ നോക്കിക്കാണുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ തേട്ടം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താണ് സൂറത്ത് ആൽ ഇംറാന്റെ അവസാനത്തിൽ. അതെന്താ പറയുന്നത്? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടി പ്രക്രിയ നിർവഹിക്കുന്നവരിൽ ഏറ്റവും നിപുണനായ നാഥ, നിനക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും, നീയാണ് ഏറ്റവും ഔദാര്യമുടയവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി പ്രക്രിയയെ വേണ്ട വിധം ഗൗരവത്തിൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതിലൂടെ ആ സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഇസ്ലാമിക ലൈഫ്, ഇസ്ലാമിക ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.